ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താ അറിയോ? ഒരു മധുരമുള്ള പലഹാരമാണ്, വേറെ ഒന്നല്ല ലഡു. അപ്പം മധുരം ഇഷ്ടമുള്ള ഒരുവിധം എല്ലാവർക്കും തന്നെ ലഡു ഇഷ്ടമായിരിക്കും. ഒരു നാടൻ ലഡുവാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു 20 മിനിറ്റ് മതിയാവും ഈ ലഡു ഉണ്ടാക്കാൻ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ ഞാനിവിടെ ഒരു 250 ഗ്രാമോളം കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഒരു ചെറിയ ബൗളിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പഞ്ചസാര പൊടിച്ച് വെച്ചേക്കുന്നതാണിത്. പിന്നെ അതാ മുന്തിരി എടുത്തിരിക്കുന്നു. ഇത് ലാസ്റ്റാണ് നമുക്ക് ആവശ്യമുള്ളത്, ലാസ്റ്റ് പ്രോസസ്സ് അതിനാണ് ആവശ്യമുള്ളത്. പിന്നെ ഞാൻ നെയ്യ് എടുത്തിട്ടുണ്ട്. 6 kg നെയ്യാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ലഡു എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ആദ്യം കടലമാവ് ഒന്ന് പാകപ്പെടുത്തി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത് കളറിന് വേണ്ടി മാത്രമാണ്, ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നിട്ട് നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പാകപ്പെടുത്തി എടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് പാകപ്പെടുത്തി എടുക്കാം. വല്ലാണ്ട് കട്ടിയാവാനും പാടത്തില്ല, എന്നാൽ നല്ല ലൂസാവാനും പാടില്ല. ഇതിങ്ങനെ ഉരുണ്ടുരുണ്ട് വീഴണം. നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉരുണ്ടുരുണ്ട് വീഴുന്നതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിലോട്ടൊരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. ബൂന്തി ഒന്നും കൂടെ സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നത്. അത് ഓപ്ഷണലാണ്, വേണ്ടവർക്ക് ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതാണ് മാവിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത്. ഇങ്ങനെ എടുക്കുമ്പോൾ അതിങ്ങനെ ഇതുപോലെ വീഴണം, കണ്ടില്ലേ? നമുക്ക് ബൂന്തി ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് ഇതുപോലത്തെ ഒരു കയ്യിലെടുക്കുക കേട്ടോ. ഇനി ഇങ്ങനത്തെ കയ്യിലില്ലെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ചോറൊക്കെ വടിക്കുന്ന ഒരു പാത്രമില്ലേ, അതെടുത്താലും മതി. ചെറിയ ഓട്ടകളുള്ള പാത്രം അതെടുത്താലും മതി. ഇതന്നെ വേണം നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് ബൂന്തി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എൻ്റെ അടുത്ത് ചെറിയ കയ്യിലാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇനി കൂടുതൽ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ കാണിക്കാം. അധികം മൊരിഞ്ഞ് പോകരുത്. വല്ലാണ്ട് മൊരിഞ്ഞതിൻ്റെ മുന്നേ നമ്മൾ ഇത് കോരിയെടുക്കണം. 20-25 സെക്കൻഡൊക്കെ ആകുമ്പോഴേക്കും കോരിയെടുത്തോളൂ കേട്ടോ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് ക്രിസ്പിയായി പോകും. ചെറിയ പീസല്ലേ, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ക്രിസ്പിയായി പോകും. അപ്പോൾ നമുക്ക് വേഗം കോരിയെടുക്കാം. അത് ഇങ്ങനെ താഴെ കൂടെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കേണ്ട, മാവ് കട്ടി കൂടിയിട്ട് തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത്തിരിയും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒന്നുകൂടെ അങ്ങോട്ട് ആ മാവൊന്ന് അഴച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒഴിച്ചു കൊടുത്തു വെക്കുക. അപ്പോൾ കറക്റ്റായിട്ട് വന്നോളും. ഒരു 25 സെക്കൻഡൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ ബൂന്തി കോരിയെടുക്കാം. അപ്പോൾ ബൂന്തി എല്ലാം റെഡി ആയിട്ടുണ്ട്. കടലമാവ് എല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. എല്ലാം പൊടിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഇളം ചൂട് തന്നെ പൊടിച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് നമുക്ക് കുഴയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ഷേപ്പിലൊന്ന് കിട്ടുക. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ബൂന്തി എല്ലാം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ നെയ്യാണ്. ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ നെയ്യ് ചേർക്കാവുന്നതാണ്. പിന്നെ നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയാണ്. അപ്പോൾ മധുരം കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ മധുരം ചേർക്കാം, കുറച്ച് മതി എന്നുള്ളവർക്ക് കുറച്ച് ചേർക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ അറിയാൻ പറ്റും ഇത് സോഫ്റ്റായിട്ട് വരുന്നത്. അതായത് ലഡു എപ്പോൾ ഇതൊന്നും ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്കപ്പോൾ കുഴയ്ക്കുമ്പോൾ അറിയാൻ കഴിയും. അപ്പോൾ നമുക്ക് പഞ്ചസാര ചേർത്തിട്ട് കുഴച്ചെടുക്കാം, നന്നായിട്ട് കുഴച്ചെടുക്കാം. നെയ്യും പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയും ബൂന്തിയുടെ എല്ലാ ഭാഗത്തിലോട്ടും എത്തണം. അതിന് ശേഷമാണ് നമ്മൾ ബോളാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാനും കഴിയും അപ്പോൾ നെയ്യും പഞ്ചസാരയും എല്ലാ ഭാഗത്തിലോട്ടും എത്തി എന്നുള്ളത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ബൂന്തി ഒന്നും കൂടെ സോഫ്റ്റായിട്ടുണ്ടാവും. അപ്പോൾ അതുവരെ നമുക്ക് ഇങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കാം. നെയ്യും പഞ്ചസാരയും എല്ലാ ഭാഗത്തിലോട്ടും എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിന്ന് ലഡു ഉണ്ടാക്കി തുടങ്ങാം.
നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ബോളാക്കിയിട്ടോ അല്ലെങ്കിൽ വലിയ വലിയ ബോളാക്കിയിട്ടോ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടി കൊടുക്കുക. അത് കണ്ടില്ലേ, ബോളായിട്ട് വരുന്നത് കണ്ടില്ലേ? ഇതുപോലെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു മുന്തിരിയും കൂടെ നമുക്കിതിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നമുക്കിങ്ങനെ കുഴയ്ക്കാം, ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ബാക്കിയുള്ള ബൂന്തിയും കൂടെ ഒന്ന് ഉരുട്ടിയിട്ട് ലഡു ആക്കി മാറ്റാം. അങ്ങനെ ഇതാ എല്ലാ ബൂന്തിയും ലഡു ആക്കി മാറ്റിയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഒരു 15 ലഡു ആണ് ഈ ബൂന്തിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളത്. 250 ഗ്രാം കടലമാവാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ലഡു ഇഷ്ടമുള്ള എല്ലാവരും തന്നെ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് വീണ്ടും കാണാം നല്ല ടേസ്റ്റുള്ള മറ്റൊരു വിഭവമായിട്ട്.